അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പ്രേമ വെളയഞ്ചേത്തനൂർ തേങ്കുരിശി എന്ന് വരുന്നു. പ്രേമ എന്ന പേര്. പ്രേമ തിങ്കളാഴ്ച കാലത്ത് അടുക്കളയിൽ നിന്ന് വെളിയിൽ ഓടി വന്നു, കായ്കറി വേണ്ടി വരുമ്പോൾ ഓടി വന്നതാണ്. ഉമ്മാത്ത ജല്ലിക്കട് കൂട്ടി വെച്ചിരുന്നു. അങ്ങനെ കപ്പടച്ച് വീണു. ദൈവമേ, നാളത്തെ പ്രാർത്ഥന എൻ്റെ നഷ്ടമായല്ലോ പറഞ്ഞ് ഇപ്പോൾ കണ്ടോ വീണ് ശരീരം മൊത്തം വേദനയായി. ഇപ്പോൾ അടുത്തുള്ളവർ പറഞ്ഞു നിങ്ങൾ ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എഴുതി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇഞ്ചക്ഷനും വേണ്ട ഒന്നും വേണ്ട പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് ഇവിടെ കൊണ്ടുപോയി എണ്ണയൊക്കെ തേച്ച് അവിടെ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ കാലത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് എനിക്ക് ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, കൈ പൊന്തിക്കാനും പറ്റില്ല. കർത്താവ് അച്ഛൻ പ്രാർത്ഥിച്ച് ഇവിടെ വന്നതുമേ സുഖപ്പെടുത്തിക്കുന്നു പറഞ്ഞ് ഞാൻ ഉച്ചയാകുമ്പോൾ എന്നെ ദൈവം എന്നെ വന്ന് തൊട്ട് ഒരു സൈഡ് അങ്ങനെ എടുത്തു മാറ്റി. കർത്താവിനോട് നന്ദി പറയുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ജില്ലിക്കല്ലിന്റെ മുകളിൽ വീണതാണ്. ശരീരം മുഴുവനും നല്ല വേദനയായിരുന്നു. നല്ല ശുശ്രൂഷയിൽ പങ്കെടുത്തു. കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം ഇവിടെ വരുമ്പോൾ 5 മാസമായി ഞാൻ വന്നിട്ട്. ഇടുപ്പിൽ ബെൽറ്റ് കെട്ടി, മുട്ടിലും ബെൽറ്റായിരുന്നു, ശരീരം മൊത്തം വേദനയും. ഇടുപ്പ് ഓപ്പറേഷൻ വേണം പറഞ്ഞതാണ്. എണ്ണയും കുഴമ്പും മരുന്നൊക്കെ ഞാൻ കഴിച്ച. ചൂടുവെള്ളം വേണം, എന്തിനും ചൂടുവെള്ളം വേണം. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ കർത്താവ് വിടുതലയാക്കി. അതിന് നന്ദി. ബെൽറ്റ് മാറ്റാനുള്ള കൃപ നൽകി. ചൂടുവെള്ളത്തിൽ കുളിച്ചിരുന്നാണ്. പച്ചവെള്ളത്തിൽ കുളിക്കാനുള്ള കൃപ നൽകി. കർത്താവ് അനുഗ്രഹിച്ചു. മൂന്നാമത്തെ എൻ്റെ മകൻ, ഞാനും മകനാണ് ആദ്യം വന്നത്. ഇവിടെ എല്ലാവർക്കും അറിയും മകൻ്റെ അവസ്ഥ. മകനെ കൊണ്ട് വന്നത്, മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മച്ചി വന്നത്. അപ്പോൾ മകൻ മദ്യപാനം എടുത്ത് മാറ്റി 2 വർഷമായി ജീവിത പങ്കാളി നഷ്ടപ്പെട്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിരുന്നു. അപ്പോൾ 1 മാസമായി ജോലിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് നന്നായിരിക്കുന്നു. മകൻ മദ്യപിക്കുന്നതായിരുന്നു. മദ്യപാനം പൂർണ്ണമായിട്ടും നിർത്തി. ജോലിക്ക് പോകില്ലായിരുന്നു. ജോലിക്ക്